വടകരയിൽ റൂറൽ എസ് പി CK ബൈജു അദ്ദേഹം നേരത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. വലിയ സംഘർഷമൊക്കെ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ആക്രമണമൊക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹം റൂറൽ എസ് പി ആയിട്ട് വടകരയിലുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സന്നദ്ധ സംഘടനയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ഒരു വെളിപ്പെടുത്തൽ നടത്തി. അത് പോലീസ് സേനയിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെ പോലീസ് അസോസിയേഷൻ്റെ സന്തോഷ് കുമാറൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് വഴി വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം രാത്രി പേരാമ്പ്രയിൽ ഉണ്ടായ, സന്ധ്യയ്ക്ക് ശേഷം 5 മണിക്ക് ശേഷം പേരാമ്പ്രയിൽ ഉണ്ടായ ഒരു പ്രകടനം, വലിയ പ്രകടനമാണ്. അവിടുത്തെ CKG കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി SFIക്കാർക്ക് പരമ്പരാഗത സീറ്റുകൾ നഷ്ടപ്പെട്ടതിൻ്റെയും ചെയർമാൻ ഉൾപ്പെടെയുള്ള 4-5 സീറ്റുകൾ MSFും KSUവും പിടിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘർഷമാണ്. ആ സംഘർഷം തെരുവിലേക്ക് പോയി. അത് CPMും കോൺഗ്രസും തമ്മിൽ ഉള്ള സംഘർഷമായി. ലീഗും CPMും കോൺഗ്രസും തമ്മിലുള്ള ഒരു വലിയ തല്ലിലേക്കാണ് പോയത്. ഒരേ സമയം CPMൻ്റെ ജാഥ ഒരു വശത്ത്, മറുവശത്ത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും ജാഥ, അങ്ങനെ വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിനിടയിൽ ഇപ്പോൾ പറയപ്പെടുന്നത്, പക്ഷേ ആ സിവിൽ പോലീസ് ഓഫീസർ അത് നിഷേധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴിയൊക്കെ, വിഷ്ണു എന്ന് പേരുള്ള ഒരാളാണ് പുറകിൽ നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ MP അടിച്ചതെന്നാണ്. അപ്പോൾ പിന്നെ ഇതിന് ബലം കൂടിയത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ റൂറൽ SP ആയിട്ടുള്ള CK ബൈജു പറഞ്ഞത്, അവിടെ ലാത്തി ചാർജ് ആകുമ്പോൾ ലാത്തി ചാർജിന് മുമ്പേ വിസിലടിക്കും. ലാത്തി ചാർജ് എന്ന് പറയും, ഒരു പ്രൊസീജിയറുണ്ട്, ഒരു ചെറിയ പെട്ടെന്ന് നടക്കുന്നതാണെങ്കിൽ ഒരു പ്രൊസീജിയറുണ്ട്. ഈ പ്രൊസീജിയർ ഒന്നും ചെയ്തിട്ടില്ല അവിടെ. അതുകൊണ്ട് തന്നെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല അവിടെ. പിന്നെ ലാത്തി വീശലുണ്ട്. ലാത്തി ചാർജ് വേറെ, ലാത്തി വീശൽ വേറെ. ചെറിയ പരിപാടിയാണ് ലാത്തി വീശൽ. അങ്ങനെ ലാത്തി വീശൽ അവിടെ നടന്നിട്ടുണ്ട്. ചെറിയ തോതിലൊക്കെ ആളുകളുടെ പുറത്തൊന്നും അടിക്കത്തില്ല, അന്തരീക്ഷത്തിലൊക്കെ ഇട്ട് വീശി ഒരു ഭീകര അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ പിരിച്ചുവിടുന്നതാണ്. ലാത്തി ചാർജ് ആകുമ്പോൾ അങ്ങനെയല്ല, കുറച്ചുകൂടി തല്ലും. പക്ഷേ ലാത്തി ചാർജിനൊക്കെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഒരു നിയമമായി തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എത്ര കണ്ട് പ്രയോഗിക്കുന്നത്, മുട്ടിന് താഴെയെ പരമാവധി തല്ലാവൂ. ഒരാളിനെ തല്ലുകയാണെങ്കിൽ അയാളെ തലയ്ക്കൊന്നും അടിച്ച് കൊന്നുകളയരുത്. അപ്പോൾ തലയ്ക്കടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കണ്ണ്, മൂക്ക് എന്നൊക്കെ പറയുന്ന വളരെ സെൻസിറ്റീവ് വസ്തുക്കളാണ്. അതൊക്കെ അടിച്ചു പോയാൽ പിന്നെ ഇപ്പോൾ കാലിൽ തല്ലി, തുടയ്ക്ക് താഴോട്ട് തല്ലിക്കഴിഞ്ഞാൽ കുറച്ച് വേദന എടുക്കും. പിന്നീട് നമുക്ക് കാല് പൊട്ടിയാൽ പോലും നമുക്ക് പരിഹരിക്കാം, അതൊക്കെ ചികിത്സിച്ചെടുക്കാം. പക്ഷേ തല പൊട്ടിപ്പോയാൽ എന്താ ചെയ്യാം? അതുകൊണ്ട് മൂക്കിലും കണ്ണിലും തലമണ്ടയിലും തലയോട്ടിലും അടിക്കരുതെന്നുള്ള ഒരു ലിഖിതമായ നിയമം തന്നെയുണ്ട്. അലിഖിതമല്ല, ആരും ഇങ്ങനെ ചുമ്മാ പറഞ്ഞതല്ല, നമ്മൾ ചർച്ച ചെയ്തുണ്ടാക്കിയുള്ള ഒരു ലിഖിത നിയമമുണ്ട്. മുട്ടിന് താഴെയാണ് ലാത്തി ചാർജ് വരുമ്പോൾ പരമാവധി. അതുകൊണ്ടാണ് പോലീസുകാരന്മാർ നിന്നടിക്കും എന്നതിന് പകരം ഈ ഒരു മുട്ടുകാലിലൊക്കെ നിന്നടിക്കും. വേറെ ടൈപ്പിലാണ്, അവർക്ക് പരിശീലനം ഉണ്ട്. അങ്ങനെ താഴ്ന്ന് വന്ന് കാലിലടിക്കുന്നൊരു പരിശീലനമുണ്ട്. കാരണം ഓടുന്നവരെ കാലിലടിക്കാൻ എളുപ്പമാണ്. ആദ്യം ഒന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ അവർ ഓടുമ്പോൾ കാലിലടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇത് അവിടെ നിന്ന ഷാഫി പറമ്പലിൻ്റെ മുഖത്താണ് അടിച്ചിരിക്കുന്നത്. അത് പിറകിൽ നിന്ന് ഒരു പോലീസുകാരൻ യാതൊരു പ്രകോപനമില്ലാതെ തല്ലി എന്നാണ് CK ബൈജുവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ. അങ്ങനെ റൂറൽ SP വെളിപ്പെടുത്തി അത് പരിശോധിക്കുമെന്നും ആവശ്യമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സൈബർ സഹാക്കളും കമ്മികളും സുഡാപ്പികളും കൊങ്ങികളും സൈബറിൻ്റെ ആളുകൾ ഇറങ്ങി അത് വിഷ്ണു എന്ന സിവിൽ പോലീസ് ഓഫീസറാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് സൈബർ ആക്രമണം. വിഷ്ണു അതിനെതിരെ പേരാമ്പ്രയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് കേസാവുമെന്നറിയില്ല. വിഷ്ണുവിൻ്റെ പേരാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്. ഇനി വിഷ്ണുവാണ് തല്ലിയതെങ്കിൽ വിഷ്ണുവിൻ്റെ രാഷ്ട്രീയം ഇതൊക്കെ അന്വേഷിക്കും. ആൾക്കാരെ അന്വേഷിച്ച് കൊണ്ടുവരും. അദ്ദേഹം RSS ആണോ, സംഘിയാണോ, കോൺഗ്രസ് ആണോ, CPM ആണോ, എന്തിനാണ് ഇങ്ങനെ ഒരു MP തല്ലിയത്, വ്യക്തിപരമായ വൈരാഗ്യമുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താനുണ്ട്. എന്തായാലും MP തല്ല് കിട്ടിയത് ലാത്തി ചാർജ് ഇല്ലാതെ, പ്രകോപനമില്ലാതെ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് യാതൊരു പ്രകോപനമില്ലാതെയാണ് ഷാഫിക്ക് തല്ല് കിട്ടിയതെന്ന് പറയുന്നത് സേനയ്ക്കകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട റൂറൽ SP ആണ്. അങ്ങനെ അദ്ദേഹം ബൈജു പറഞ്ഞതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സേനയിലുള്ളത്. ഇത് സമരം നടക്കുമ്പോൾ ഇങ്ങനെ പലതും നടക്കും. ചിലപ്പോൾ പർപ്പസായിട്ട് തല്ലും, പർപ്പസ് അല്ലാതെ തല്ലും, പല രൂപത്തിൽ തല്ലും, ടിയർ ഗ്യാസും ലാത്തി ചാർജും ഗ്രനേഡും ഒക്കെ പ്രയോഗിക്കും. അത് എന്ത് തന്നെ ചെയ്താലും, തെറ്റായാലും ശരിയായാലും, പോലീസിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് താഴെ നിന്നുള്ള ഫീൽഡ് ലെവൽ ഓഫീസർമാർ പറയുന്നത്. എന്തായാലും ബൈജു ഇനി പ്രസ്താവന പിൻവലിക്കുമെന്നറിയില്ല. കാരണം ഒരു സ്വകാര്യ പരിപാടി പറഞ്ഞതാണ്. പിൻവലിക്കുമെന്നുള്ള റെക്കോർഡുണ്ട്, അതെല്ലാം വീഡിയോ എല്ലായിടത്തും പോയതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിവാദം ഒഴിയുന്നില്ല. ഇപ്പോഴും ഷാഫി ഹോസ്പിറ്റലിലാണ്. ഇനി ഷാഫി ഇറങ്ങിയതിന് ശേഷമായിരിക്കും ബാക്കി തല്ല് അവിടെ ഉണ്ടാവുക. ഷാഫി ജയിച്ചത് മുതൽ, പേരാമ്പ്രയിൽ നമ്മുടെ വടകരയിൽ സ്ഥാനാർത്ഥിയായ മുതൽ ഷാഫിക്കെതിരെ ആക്രമണമുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ വ്യക്തിപരമായി, ശാരീരികമായി
നല്ല ആക്രമണം ഷാഫി പറമ്പലിന് കിട്ടിയിരിക്കുകയാണ്. മൂക്കിൻ്റെ പാലമൊക്കെ അടിച്ച് പപ്പടമാക്കിയിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുകയെന്നറിയില്ല. ഷാഫിയുടെ ചികിത്സ നടക്കണം. അത് കഴിഞ്ഞ് പ്രതിഷേധത്തിലാണ് UDF ഇപ്പോഴും. ആ പ്രതിഷേധം എന്ന് തണുക്കുമെന്നറിയില്ല. അതിനിടയിലാണ് CK ബൈജുവിൻ്റെ ഈ വെളിപ്പെടുത്തൽ വന്നപ്പോൾ UDFന് ഒരു വടി കൂടി കിട്ടിയിരിക്കുകയാണ്.